മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് ഞങ്ങളുടെ ഐലൻഡിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ മാംഗ്രോവ്സ് ഉണ്ട് ഇവിടെ. എല്ലാ ഐലൻഡിന് ചുറ്റിലും ഇതുപോലെ മാംഗ്രോവ്സ് ഉണ്ടാവും. നമ്മുടെ കണ്ടൽക്കാടുകൾ അവിടെ ഒരു കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു ആമ വലിയ നോക്കാറോ അങ്ങോട്ടേക്ക് എന്ത് ഭംഗിയാണ് നോക്കിയത് കാണാൻ. എത്ര വലിപ്പമുണ്ട് നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സൈസിലൊരു ആമയെ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സൈസിൽ ഒരു ആമയെ കാണുന്നത്. നോക്കി എത്ര വലുതാണെന്നതെന്ന്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ് ഇവരുടെ ക്രിയേറ്റിവിറ്റി. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എത്ര നന്നായിട്ടാണ് ഇവർ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ചുറ്റും മാംഗ്രോവ്സ് ആണ്. ഇതൊരു കടലിൻ്റെ തീരത്താണ്. പക്ഷേ ഇവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ എപ്പോഴും സ്ഥിരം ഞാൻ ഉണ്ണിമോളും അധികം വരുന്നതാണ്. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങ് വയനാട് മാത്രമല്ല, നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ചെറുതാണ്, നല്ല രസമാണ് കേട്ടോ അതിൽ നടക്കാൻ വേണ്ടിയിട്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിറയെ ടൂറിസ്റ്റ് വന്നുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തുകാർ തന്നെയാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ കുറേ നേരം ഒന്നും നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പാലത്തിൻ്റെ അടിയിൽ നിറയെ വെള്ളമാണ് കേട്ടോ. ഈ കടലൊക്കെ അടിച്ചു കയറുന്ന വെള്ളമാണ്. ഈ മാംഗ്രോവ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കടലിൽ തിരമാല ഇങ്ങനെ അടിച്ചു കയറുന്ന വെള്ളമാണ്. ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകണം നമുക്ക്. അങ്ങനെ മുകളിൽ കയറിയിട്ടാകുമ്പോഴുള്ള വ്യൂ ഓയ്യോ ഒരു രക്ഷയില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. പക്ഷേ എന്നാലും പൊളി വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അത്രയും പാങ്ങുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു കടൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോൾഫിനൊക്കെ പോകുന്ന കാണാം. അങ്ങകലെ ആമയെ പോലെ മെല്ലെ പോകുന്ന ആരാന്നറിയോ? നമ്മുടെ ദോഡി ഫെറിയാണ്. കണ്ടിത്തീമെന്ന് നമ്മളെ ഐലൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം കാമാൻ തോന്നുന്നു. ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് നമുക്ക് ഡോൾഫിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്ലൈങ് ഫിഷിനെ കാണാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് നോക്കി കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഉണ്ണിയും കൂടി അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം പറയാം അമ്മ അവിടെ പോവാ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ടായതുകൊണ്ട് ഞാൻ പറയും വേണ്ട മോളേന്ന്. നല്ല സൂപ്പർ വൈബായിരുന്നു കേട്ടോ. ഇതുപോലുള്ള മാലദ്വീപ്യൻ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Until the next video, it's me Vidya signing off.